ക്യാൻസർ പോലത്തെ ഒരു മഹാവ്യാധി, ഈ വ്യാധി ഒരാൾക്ക് വരണം, എത്ര ശത്രു എന്ന് പറഞ്ഞാലും അയാൾക്കത് വരണം എന്ന് പ്രാകുന്ന ഒരു പ്രവണത അതെന്താണ്? അതിൻ്റെ ഒരു ചേതോ വികാരം എന്താണ്? ആ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ അയാൾ എന്താണെന്ന് അറിയാതെ, അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, അയാളുടെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ അവരെ വീണ്ടും മാനസികമായിട്ട് കുത്തി വേദനിപ്പിച്ച്, ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയായിരിക്കും, അതിലേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ വീണ്ടും വേദനിപ്പിച്ച് അപ്പം ഉണ്ടാകുന്ന ഒരു മാനസിക വ്യത ഉണ്ട്. നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്താ പറയുക, ഉറക്കത്തിൽ അടി കിട്ടിയ പോലെ നമ്മൾ ഇരിക്കുമ്പോൾ വീണ്ടും അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബുണ്ട്. എല്ലാത്തിനും നല്ലതും ചീത്തതും ഉണ്ട്. മനസ്സിലായി? നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത സമയത്ത് പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദൈവം എന്ന് പറയാം, പ്രകൃതി എന്ന് പറയാം. അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ആ ഒരു സാധനമുണ്ട്. അതിപ്പോൾ ക്യാൻസർ ആയിട്ട് വേണമെന്നില്ല, ഉറപ്പായിട്ടും അതിൻ്റെ തിരിച്ചടി കിട്ടും, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഞങ്ങളെ ദ്രോഹിച്ച പല ആൾക്കാർക്കും ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അക്ഷരം ഇണ്ടാൻ പറ്റില്ല, നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ PCOD വന്നിട്ട് ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ആ നട്ടപ്പൊരിഞ്ഞ വെയിലത്തൊക്കെ നടന്നു പോയി കുറേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. താങ്ങാൻ ആളില്ലാത്ത സമയത്ത്, ഒറ്റപ്പെട്ട് അങ്ങനെ സമയത്ത് നമുക്കൊരു ശക്തി വരും. അത് എന്ത് PCOD ഉണ്ടെങ്കിലും എന്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഞാൻ മൊത്തം തീർന്നു പോയെന്ന് ഞാൻ വിചാരിച്ച സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ നിന്ന സമയത്ത് ഞാനിങ്ങനെ ഉരുകി, ഈശ്വര ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആത്മഹത്യ ചെയ്യണോ, അയാളെ എനിക്കിനി ജീവനോടെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഞാനിങ്ങനെ എത്രത്തോളം വേദനിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉപദ്രവിച്ച ഓരോരോ ആൾക്കാർക്ക് നമുക്ക് പറ്റാത്തതിൻ്റെ മാക്സിമം ദൈവം എന്ന് പറയുന്ന ആ ഒരു പവർ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം എൻ്റെ പല ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഷെറി ഏത് അമ്പലത്തിലാണ് പോകാറുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഷെറി എന്ന് വിളിക്കും. അപ്പം അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് ഇതേണക്കുള്ള പ്രശ്നങ്ങൾ വരണമെന്നാണ്? അങ്ങനെയല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം പറയാം, ദൈവമേ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ എന്തിനാ ഇവരിങ്ങനെ ദ്രോഹിക്കുന്നത്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഇതൊന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന് ഞാൻ പറയാം. അപ്പം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കറക്റ്റ് കാണുന്ന ആളാണ് മുകളിലിരിക്കുന്ന ദൈവം പ്രകൃതി എന്തും നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടല്ലോ, ആ ആൾക്ക് അറിയാം എന്ത് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ആ ആളെ വേദനിപ്പിച്ച് അയാളുടെ മനസ്സിൻ്റെ വേദന വാങ്ങി വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചടി കിട്ടും. അത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും ക്യാൻസർ എന്ന് പറയാൻ തന്നെ എനിക്ക് പേടിയാണ് ഈ ഒരു രോഗത്തിനെ പറ്റിയിട്ട്. അപ്പം അത് വന്ന് മരിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, കാരണം പ്രാക്ക് വാങ്ങി ചിലപ്പോൾ വണ്ടീൻ്റെ അടിയിൽ കയറിയിട്ട് ചതഞ്ഞറിഞ്ഞ് ചാവുമായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ ക്യാൻസർ ഞാൻ ഇങ്ങനെ മാരകമായിട്ടുള്ള, കാരണം അത്രയും ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തതാ, നിങ്ങൾ എന്തിനാ വെറുതെ പ്രാക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം നിങ്ങൾ വരുത്തി വെക്കുന്നത് എന്തിനാ? അത് പെട്ടെന്ന് എൻ്റെ വാല് വന്ന ക്യാൻസർ എന്നല്ല, കാരണം അതിനപ്പുറത്തേക്ക് ഇല്ലല്ലോ, മനസ്സിലായി? അപ്പം ഞാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. സംഭവം ഇവര് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യം ചില കാര്യങ്ങൾ ചിന്തിക്കുക, കുറേ അനുഭവങ്ങളിൽ ഇതിപ്പം വേറെ ഇരുന്ന് സാക്ഷ്യം പറയലോ കാര്യങ്ങൾ സത്യമായിട്ടുള്ളതാണ്. അത് നിങ്ങളാണേലും ഞാനാണേലും ഇവളാണേലും നമ്മളെ കൊണ്ടൊരു പ്രവൃത്തി ഒരു ശക്തി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായി ഒരു ദുഷ്പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ശിക്ഷയും വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്, അനുഭവിച്ചിട്ടുള്ളതായ. അപ്പം പ്രധാനമായിട്ടും മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുത്തനും രക്ഷപ്പെടുക, അതിന് യാതൊരു സംശയവും. അല്ല, നമ്മൾ അവരെ ദ്രോഹിക്കാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാ, കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ക്യാൻസർ ഫേസ്ബുക്കിൽ ഇരുന്ന് ഈ അനാവശ്യം പറയും, ഇത് പറയുന്ന വളരെ തുച്ഛമായ കുറെ പേര്, അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ആ ഒരു പോസ്റ്റ് ഇടുന്നതും പറയുന്നതും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വൾഗറായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ഒരു മനുഷ്യന് ക്യാൻസർ പോലത്തെ ഒരു മഹാവ്യാധി, ഞാൻ പനി പിടിച്ച് ചത്തുപൊട്ടറാന്ന് പറഞ്ഞാലും ഓക്കെ, പനി പിടിച്ച് മരും. പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ സ്റ്റേജുകളും നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാം അതെന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. ഓക്കെ, പക്ഷെ ഇങ്ങനെ തെറി പറയുന്നവരെന്താ പറയണ്ടേ? എന്ത് കാര്യത്തിന്? അവർ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ വേറെ ഈ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, CM-നെ തെറി പറയുന്നു, കണ്ടിട്ടുണ്ടോ? അവരെന്താന്നുള്ളത് അറിയോ? അപ്പൊ അങ്ങനെ തെറി പറയുന്ന ആൾക്കാർക്ക് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. അത് ക്യാൻസറിന് പോലും അത് വരണമെങ്കിൽ ഒരു ഇത് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൽ വൃത്തികെട്ട ആൾക്കാർ ഈ പറഞ്ഞത് ഞാൻ പറയാം, നമ്മളെ
ഇപ്പൊ നാട്ടില് ഒരു സംഭവം ഉണ്ട് ഈ നേരത്തെ പറഞ്ഞല്ലേ CM-നെ തെറി പറയുന്ന നാടാണെന്നേ, പിന്നെയാണോ കുട്ടികൾ അതെ അതാ ഞാൻ അതങ്ങനെ അത് അല്ല, അവർക്ക് വേറെ- പ്രതി- ടൈമില്ലേറ്റാ. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ CM-ന് ഇത് പറയാനുള്ള നേരമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, പക്ഷെ ഞാനൊരു കാര്യം പക്ഷെ പറയട്ടെ, അച്ഛച്ചന്റെ ഒരു നമുക്ക് ഇഷ്ടം പോലെ നേരെ അതല്ല, കിടക്കാൻ ഞാനൊരു പ്രത്യേകിച്ച് കാര്യം പണിയൊന്നും പറയാം. ഇല്ലല്ലോ. അച്ഛച്ചന്റെ പ്രായമുള്ള അല്ലെങ്കിൽ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യരെ അവരെ എങ്ങനെയാണോ എന്താണോ നമുക്ക് അറിയില്ല, അവരെന്താന്നില്ല. ഏത് മനുഷ്യനാണെങ്കിൽ പോലും അങ്ങനെ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, അവരത് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഒരു 1000 രൂപ തന്നിട്ട് നിങ്ങളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അതേപോലെ നമ്മൾ തെറി പറഞ്ഞു പ്രാഗി ഇതാക്കിയിട്ട് അവർ സ്വീകരിച്ചിട്ട് നമ്മുടെ തലയിൽ തന്നെ അത് വരുന്നത്, മനസ്സിലാക്കുന്നില്ല. ദൈവമില്ല മറ്റേന്നൊക്കെ പറയായിരിക്കും. ഞാൻ നന്ദനത്തിൽ പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയല്ല. അങ്ങനെ ഉണ്ട്, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അല്ല, ഇതില് വിളിച്ചു വരുത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേറൊരു സാധനമുണ്ട്. ഇപ്പൊ ഞാനിത് പറയാം, ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പബ്ലിക്കായിട്ട് ഒരുത്തൻ, ഇപ്പം നമ്മളൊക്കെ ചെയ്ത് പബ്ലിക്കായിട്ട് ഇപ്പം ഞാൻ ഒരുത്തൻ്റെ തെറി വിളിച്ചു, കവലൊക്കെ വെച്ചു, ആടാ മറ്റവനെ ആടാ എന്നാ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അവനങ്ങ് പോയി. ഞാൻ വീട്ടിൽ ചെന്നു, വൈകുന്നേരം വീട്ടിൽ വന്നു. 1 മിനിറ്റ് ജയന്തിലേക്ക് വന്നതെന്ന് പറഞ്ഞ് പെരക്കകത്ത് കയറ്റി എനിക്ക് 2 തന്നു. അവനങ്ങ് ഇറങ്ങിപ്പോയി. ഇത് വെച്ചോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ അന്തസ്സുള്ളവനാണെങ്കിൽ അയ്യോ എന്നെ വല്ലടിച്ചവനിട്ടേ എന്നും പറഞ്ഞ് ഇറങ്ങി ചെല്ലുവോ? ഇല്ല, കിട്ടിയതും വെച്ച് മിണ്ടായിരിക്കത്തേ ഉള്ളൂ. ഇതിപ്പം പബ്ലിക്കായിട്ട് ഇവർ പറഞ്ഞപ്പോഴത്തേക്കിന് ഇവരുടെ ഒരു വൈകാര്യതയിൽ ഇവർ പറഞ്ഞ പേഴ്സണൽ സ്വന്തം മെസ്സഞ്ചറില്ല. അത് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അവർക്കതിനെ അങ്ങനെ പ്രതികരിക്കാം. അങ്ങനെ ഒരു വശമുണ്ട്. ഇതല്ലാതെ അപ്പൊ ഇങ്ങനെ എല്ലാരെയും കേൾപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പെണ്ണാ, എനിക്കും സ്വകാര്യതയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവരത് പബ്ലിക്കായിട്ട് ഇത്രയും ന്യൂസിലൊക്കെ വന്നു. അപ്പം ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഞാൻ ഇവരുടെ ആരുടെയും വീട്ടിൽ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല. എൻ്റെ ഒരൊറ്റ വോയിസ് ഇത്രയും എന്നെ നാണം കെടുത്തി. എനിക്കത് നാണക്കേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അനാവശ്യമായിട്ട്, കാരണം എൻ്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ച് തെറി പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പം അതുകൊണ്ട് ഇത്രയും വൈറലാക്കി. എല്ലാവരും പറഞ്ഞു നീ വൈറലായാലും പക്ഷെ എനിക്ക് സന്തോഷം തോന്നി എല്ലാ മീഡിയാസിൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചു മനോരമയിലും അല്ലെങ്കിൽ മാതൃഭൂമിയിലും ഒക്കെ ചരമകോളത്തിൽ എന്തെങ്കിലും വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചരമകോളത്തിൽ മരിച്ചു എന്ന് പറഞ്ഞേ വരൂ. ഞാൻ അതെടുത്തിട്ട് ഞാൻ ഓൾ മീഡിയാസിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ബസന്തി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിലിട്ട്. അതും സർക്കാസ്റ്റിക് പോസ്റ്റ് തന്നെയാണോ? അതെ, ഞാൻ അങ്ങനെ ഇട്ട് എല്ലാ മീഡിയാസിനും നന്ദി. കാരണം ഞാൻ വിചാരിച്ച സെയിം സംഭവം തന്നെ, ഞാൻ ചർമ്മകോളത്തിൽ വരുന്ന വിചാരിച്ചതാണ്. നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിട്ട്, നമ്മൾ കാശ് കൊടുത്തിട്ടല്ല അല്ലെങ്കിൽ ആഡ് ചെയ്യുക, നമ്മൾ നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അവർ ചെയ്തു. ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനിട്ട് ആദ്യമായിട്ടാണ് 50K ഒക്കെ